بسم الله الرحمن الرحيم ألف لام ميم را تلك آيات الكتاب والذي أنزل إليك من ربك الحق ولكن أكثر الناس لا يؤمنون الله الذي رفع السماوات بغير عمد ترونها ثم استوى على العرش وسخر الشمس والقمر كل يجري لأجل مسمى يدبر الأمر يفصل الآيات لعلكم بلقاء ربكم توقنون وهو الذي مد الأرض وجعل فيها رواسي وأنهارا ومن كل الثمرات جعل فيها زوجين اثنين يغشي الليل النهار إن في ذلك لآيات لقوم يتفكرون وفي الأرض قطع متجاورات وجنات من أعناب وزرع ونخيل صنوان وغير صنوان يسقى بماء واحد ونفضل بعضها على بعض في الأكل إن في ذلك لآيات لقوم يعقلون وإن تعجب فعجب قولهم أإذا كنا ترابا أإنا لفي خلق جديد أولئك الذين كفروا بربهم وأولئك الأغلال في أعناقهم وأولئك أصحاب النار هم فيها خالدون ويستعجلونك بالسيئة قبل الحسنة وقد خلت من قبلهم المثلات وإن ربك لذو مغفرة للناس على ظلمهم وإن ربك لشديد العقاب. السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم
إنك حميد مجيد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. ولله غيب السماوات والأرض وإليه يرجع الأمر كله فاعبده وتوكل عليه وما ربك بغافل عما تعملون. كتاب الله لولا أن هدانا لما وضح السبيل ولا استقاما. عرفتم حقه فرعيتموه وكنتم خير من حفظ الذماما. بنعمة ربكم قمتم عليه وقام رسوله فيكم إماما. وذلك وعده لا ريب فيه يبشر من يريد له الدواما. وليس لغافل عنها نصيب من الحسنى وإن صلى وصاما. അല്ലാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ കർണാടകയിലെ ഉപ്പിനങ്ങാടി എന്ന സ്ഥലത്ത് ഇന്ന് രാവിലെ മുതൽ ആരംഭിച്ചിട്ടുള്ള ഈ മഹത്തായ വിജ്ഞാനവേദി, അതിൽ സന്നിഹിതരായിട്ടുള്ള എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, ഈ ശബ്ദം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലൂടെ മലയാളം ഇസ്ലാമിക് ക്ലാസ് റൂമിലൂടെയും അൽ-ഇസ്ലാഹ് റേഡിയോയിലൂടെയും സലഫി വോയിസ് റേഡിയോയിലൂടെയുമെല്ലാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ മഹത്തായ മഹാസമ്മേളനം ഒരു വലിയ സൽക്കർമ്മമായി നമ്മിൽ നിന്ന് സ്വീകരിക്കുകയും അല്ലാഹുവിൻ്റെ സ്വർഗത്തിന് അവകാശികളായിത്തീരുന്ന മഹാഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. പരിശുദ്ധ ദീനുൽ ഇസ്ലാം, ആ ഇസ്ലാമാണ് ശാന്തി, ഇസ്ലാമാണ് സമാധാനം എന്ന ഒരു വിഷയത്തിൽ ഒതുങ്ങി നിന്നുകൊണ്ടാണ് ചില കാര്യങ്ങൾ എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ വിവരിക്കുവാൻ ഞാൻ ഉദ്ദേശിക്കുന്നത്. നാം ഇവിടെ ചെലവഴിക്കുന്ന നമ്മുടെ വിലപ്പെട്ട സമയങ്ങൾ അല്ലാഹു വലിയ രൂപത്തിലുള്ള പ്രതിഫലത്തിന് കാരണമാക്കി തീർക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, മനുഷ്യരായ നമ്മളെല്ലാം എത്ര തന്നെ ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നു എന്ന് ആരൊക്കെ അവകാശപ്പെട്ടാലും അള്ളാഹുവിൻ്റെ സൃഷ്ടികളായ മനുഷ്യരും എല്ലാ സൃഷ്ടികളും വളരെയേറെ ദുർബലന്മാരാണ്, കഴിവുകളില്ലാത്തവരാണ്. ഒരുപാട് പ്രയാസങ്ങൾ പല ഘട്ടങ്ങളിലൂടെ തരണം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകേണ്ടവരാണ്.
ഒരാളിലേക്കും ആവശ്യമില്ലാതെ എല്ലാത്തിനും ഞാൻ തന്നെ മതി എന്ന് പറയുവാൻ അവകാശമുള്ള ഒരേ ഒരു ശക്തി അത് സൃഷ്ടാവായ അല്ലാഹു റബ്ബുൽ ആലമീൻ മാത്രമാണ്. അവനാണല്ലോ ഖാലിഖ്. അവനൊഴികെയുള്ളതെല്ലാം ഈ പ്രപഞ്ചം മുഴുവനും മഖ്ലൂഖുകളാണ്. ആ മഖ്ലൂഖുകൾക്ക് മുഴുവനും ഖാലിഖായ അല്ലാഹുവിലേക്ക് ആശ്രയിക്കാതെ ജീവിക്കാനേ സാധ്യമല്ല. അത് മനുഷ്യ സമൂഹത്തെ പ്രത്യേകം എടുത്തുകൊണ്ട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്, യാ അയ്യുഹന്നാസ്, ഓ മനുഷ്യരെ, മുഴുവൻ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അല്ലാഹു പറയാണ്, അൻതുമുൽ ഫുഖറാഉ ഇലല്ലാഹ് വല്ലാഹു ഹുവൽ ഗനിയ്യുൽ ഹമീദ്. നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരാണ്. നിങ്ങളെല്ലാവരും അല്ലാഹുവിലേക്ക് ആവശ്യമുള്ളവരാണ്. എന്നാൽ അല്ലാഹു ആകട്ടെ ഹുവൽ ഗനിയ്യുൽ ഹമീദ്, അവന് ഒരാളുടെയും ആശ്രയമില്ലാത്ത നിലക്ക് അവൻ സ്വയം എന്തിനും പോന്നവനാണ്. അവൻ സ്വയം പര്യാപ്തനാണ്. അവൻ എന്തിനും കഴിവുള്ള ധന്യനാണ്. എല്ലാവരുടെയും സ്തുതിക്ക് അർഹതപ്പെട്ട ശക്തിയും അവൻ തന്നെയാണ്. മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ എപ്പോഴും ഈ വസ്തുത ഓർക്കണം, ഞാൻ കഴിവില്ലാത്തവനാണ്. ഞാൻ എൻ്റെ റബ്ബിലേക്ക് എൻ്റെ മനസ്സ് എപ്പോഴും തിരിക്കേണ്ടവനാണ്. എൻ്റെ റബ്ബ് എന്നെ സഹായിച്ചാലല്ലാതെ എനിക്ക് മുന്നോട്ട് പോകാനാവില്ല. കാരണം ഞാൻ ഇന്ന് എത്ര വലിയ ഉന്നതമായ തലങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിലും ഞാൻ ഈ ഭൂമിയിലേക്ക് പിറന്നു വീഴുമ്പോൾ മനുഷ്യ, നമ്മെ സംബന്ധിച്ച് നമ്മളൊന്ന് ചിന്തിക്കണ്ടേ. അല്ലാഹു തആല പറയുന്നു, അല്ലാഹു അഖ്റജകും മിൻ ബുതൂനി ഉമ്മഹാതികും ലാ തഅലമൂന ശൈആ വജഅല ലക്കുമുസ് സമഅ വൽ അബ്സാറ വൽ അഫ്ഇദത ലഅല്ലകും തഷ്കുറൂൻ. വിശുദ്ധ ഖുർആൻ അതാ സൂറത്തുൻ നഹ്ലിലെ 78-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുകയാണ്, അല്ലാഹു നിങ്ങളുടെ മാതാക്കളുടെ വയറുകളിൽ നിന്ന്, നിങ്ങളുടെ ഉമ്മമാരുടെ ഗർഭാശയങ്ങളിൽ നിന്ന് അല്ലാഹു നിങ്ങളെ പുറത്തേക്ക് കൊണ്ടുവന്നു. ലാ തഅലമൂന ശൈആ, നിങ്ങൾക്ക് ഒന്നും വിവരമില്ലായിരുന്നു. നിങ്ങൾക്കൊന്നും അറിയാത്തവരായ നിലക്കാണ് നിങ്ങൾ ഈ ഭൂമിയിൽ ജനിച്ചു വീണത്. അവൻ നിങ്ങൾക്ക് കാഴ്ചശക്തി തന്നു, അവൻ നിങ്ങൾക്ക് കേൾവി ശക്തി തന്നു, അവൻ നിങ്ങൾക്ക് ഹൃദയം തന്നു. അങ്ങനെ എല്ലാ കാര്യങ്ങളും അല്ലാഹു നിങ്ങൾക്ക് നൽകി അനുഗ്രഹിച്ചത് അഹങ്കരിക്കാനല്ല, നിങ്ങൾ ആ റബ്ബിനെ ചോദ്യം ചെയ്യാനല്ല. ലഅല്ലകും തഷ്കുറൂൻ. ഇതൊക്കെ ഒന്നുമില്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് എനിക്ക് അല്ലാഹു കണ്ണും കാതും ഖൽബുമൊക്കെ നൽകിയിട്ട് ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കണ്ണുകൾ കൊണ്ട് കാണാനും ഒരുപാട് കാര്യങ്ങൾ എൻ്റെ കാതുകൾ കൊണ്ട് കേൾക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനുമൊക്കെ എനിക്കെൻ്റെ റബ്ബ് അവസരം തന്നിട്ടുള്ളത്, അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഞാൻ എൻ്റെ റബ്ബിനെ ചോദ്യം ചെയ്യാനല്ല. ലഅല്ലകും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായി തീരാൻ വേണ്ടി, അല്ലാഹുവിന് ശുക്റുള്ളവരായി ജീവിക്കാൻ വേണ്ടിയാണ് ഒന്നുമല്ലാത്തവരവസ്ഥയിൽ ഈ ഭൂമിയിലേക്ക് പ്രസവിക്കപ്പെട്ട നമുക്ക് അല്ലാഹു കണ്ണും കാതും ഖൽബും നൽകിയത്. ഇനിയും സഹോദരന്മാരെ, ഇവിടെ ജനിച്ചു വീണ നമ്മൾ ഏത് ഘട്ടത്തിലാ നമ്മൾ മരിച്ചു പോകുന്നതെന്നറിയുന്നില്ല. അള്ളയാണത് തീരുമാനിക്കുന്നത്. കുറെ ആളുകൾ ആ ചെറുപ്പത്തിലേ മരിച്ചു പോകുന്നു. ചിലര് നല്ല യുവാക്കളായിരിക്കെ പെട്ടെന്നങ്ങ് മരിച്ചു പോകുന്നു. പലരും ഒരുപാട് കാലം ഈ ഭൂമിയിൽ ജീവിക്കുന്നു. അതൊക്കെ തീരുമാനിക്കുന്നതും അവൻ തന്നെയാണ്. അല്ലാഹു ഖലഖക്കും സുമ്മ യതവഫാക്കും വമിൻകും മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമരി ലകൈ ലാ യഅലമ ബഅദ ഇൽമിൻ ശൈആ ഇന്നല്ലാഹ അലീമുൻ ഖദീർ. അല്ലാഹയാണ് നിങ്ങളെ സൃഷ്ടിച്ചത്, അവനാണ് നിങ്ങളെ മരിപ്പിക്കുകയും ചെയ്യുന്നത്. നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ മൻ യുറദ്ദു ഇലാ അർദലിൽ ഉമർ, ആയുസ്സിന്റെ അങ്ങേയറ്റത്തെ തലയിലേക്ക് തള്ളപ്പെടുന്നവരുണ്ട്. പറയുന്നത് എന്താണെന്ന് ഓർമ്മയില്ല.
ഇപ്പോൾ പറഞ്ഞത് അടുത്ത നിമിഷത്തേക്ക് ഓർക്കാൻ കഴിയുന്നില്ല. അങ്ങനെയുള്ള പടുകിഴവനായി പറയുന്നതും കേൾക്കുന്നതുമൊന്നും ഓർമ്മയിൽ നിൽക്കാത്ത ഒരവസ്ഥയിലേക്ക്, ഒന്നും അറിയാത്ത ഒരവസ്ഥയിലേക്ക് മടക്കപ്പെട്ട് അങ്ങനെ ഒരുപാട് കാലം ഭൂമിയിൽ കഴിയുന്നവരുമുണ്ട്. ഇന്നല്ലാഹ അലീമുൻ ഖദീർ, നിശ്ചയം അല്ലാഹയാണ് എല്ലാം അറിയുന്നവനും എല്ലാത്തിനും കഴിവുള്ളവനും. ഇത് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് എന്തിനാണ്? മനുഷ്യ, നിനക്കെല്ലാം അറിയാമെന്ന് അഹങ്കരിക്കരുത്. ഞാനാണ് എല്ലാം എന്ന് നീ അഹങ്കരിച്ചു പോകരുത്. എല്ലാം എൻ്റെ കൈപ്പിടിയിലാണെന്ന് നീ ധരിച്ചു പോകരുത്. എന്തിനും എനിക്ക് കഴിവുണ്ടെന്ന് നീ അഹങ്കരിച്ചു പോകരുത്. നിന്റെ കഴിവ് വളരെ ദുർബലമാണ്. നിന്നെ പടച്ച നാഥന്റെ കഴിവോ അത് അറ്റമില്ലാത്ത കഴിവാണ്. അവന്റെ അറിവ് എത്ര വിശാലമായ അറിവാണ്. വയഅലമു മാ ഫിൽ ബർരി വൽ ബഹരി, കരയിലും കടലിലും എന്തുണ്ടെങ്കിലും അത് അവൻ അറിയാതെ പോകുന്നില്ല. കരയിൽ നടക്കുന്നതും അവൻ അറിയുന്നുണ്ട്, കടലിൽ നടക്കുന്നതും അവൻ അറിയുന്നുണ്ട്. എത്രത്തോളം വമാ തസ്ഖുതു മിൻ വറഖത്തിൻ ഇല്ലാ യഅലമുഹാ വലാ ഹബ്ബത്തിൻ ഫീ ളുലുമാത്തിൽ അർളി വലാ റത്ബിൻ വലാ യാബിസിൻ ഇല്ലാ ഫീ കിതാബിൻ മുബീൻ. കരയിലും കടലിലും നടക്കുന്ന എല്ലാ കാര്യങ്ങളും അല്ലാഹ് അറിയുന്നു. ഒരില കൊഴിഞ്ഞു വീഴുന്നില്ല. എത്രയോ കോടിക്കണക്കിന് വൃക്ഷങ്ങളില്ലേ ഈ ഭൂമിയിൽ. ആ കോടാനുകോടി വൃക്ഷങ്ങൾക്കിടയിൽ നിന്ന് ഒരു വൃക്ഷത്തിന്റെ ഇലയെങ്ങാനും താഴോട്ട് കൊഴിഞ്ഞു വീഴുന്നുണ്ടെങ്കിൽ അതുപോലും റബ്ബ് അറിയുന്നുണ്ട്. മനുഷ്യ, നിനക്കെന്തറിയാം? നിന്റെ വീട്ടുമുറ്റത്തുള്ള വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല കൊഴിയുന്നത് പോലും നീ അറിയുന്നുണ്ടോ? നിന്റെ മൂക്കിന്റെ മുമ്പിൽ അതാ പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു വൃക്ഷത്തിൽ നിന്ന് ഒരു ഇല വീഴുന്നത് പോലും നീ അറിയുന്നില്ലല്ലോ. സർവലോക പരിപാലകനായ റബ്ബ് ലോകത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ കോടാനുകോടി മരങ്ങളുണ്ട്. അതിൽ നിന്ന് ഒരു ഇല എങ്ങാനും വീഴുന്നുണ്ടെങ്കിൽ അത് അവൻ അറിയാതെ സംഭവിക്കുന്നില്ല. ഒരു വിത്ത് ഈ ഭൂമിയിൽ എവിടെയെങ്കിലും അത് ഏത് ഇരുളിലാണ് കിടക്കുന്നതെങ്കിലും അത് ഉണങ്ങിയതാവട്ടെ പച്ചയാവട്ടെ എന്തുമാവട്ടെ എല്ലാം അവൻ അറിയുന്നുണ്ട്. അവന്റെ രേഖയിലുണ്ട്, അവന്റെ ഗ്രന്ഥത്തിലുണ്ട്. അപ്പൊ റബ്ബിന്റെ അറിവിന്റെ വിശാലത ഇനി ഇതിലപ്പുറം എങ്ങനെയാണ് അല്ലാഹു പറയേണ്ടത്? മനുഷ്യ, നിന്റെ മനസ്സ് പോലും അല്ലാഹ് അറിയുന്നു. നിന്റെ എല്ലാം അറിയുന്നു. നിന്നെ മാത്രമല്ല, ലോകത്തെ മുഴുവനും അറിയുന്നു. 7 ആകാശങ്ങളെ സൃഷ്ടിച്ചത് അവനാണ്. അത്ര തന്നെ 7 ഭൂമികളെയും പടച്ചത് അവനാണ്. അതിൻ്റെ ഇടയിലുള്ളതെല്ലാം നിയന്ത്രിച്ചും കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും അവൻ തന്നെയാണ്. ഇങ്ങനെയൊക്കെ റബ്ബ് എന്തിനാ പറയുന്നത്? പടച്ച റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനാണ് കേട്ടോ. അവനെല്ലാം അറിയുന്നവനാണ്. അതുകൊണ്ട് മനുഷ്യ, നീ ഒരിക്കലും അഹങ്കരിച്ചു പോകരുത്. എന്റെ റബ്ബിന്റെ ആ പ്രത്യേകമായ നിയന്ത്രണത്തിലാണ് ഞാനുള്ളത്. ആ റബ്ബിന്റെ കൽപ്പനകളെ അനുസരിച്ച് വിനയത്തോടെ ജീവിക്കലാണ് എനിക്ക് ശാന്തി കിട്ടാനുള്ള മാർഗമെന്നാണ് മനുഷ്യൻ മനസ്സിലാക്കേണ്ടത്. ശാന്തി തേടി മറ്റിടങ്ങളിലേക്ക് പോകേണ്ടവനല്ല. കാരണം സർവലോക പരിപാലകനായ റബ്ബ് മനുഷ്യാന് എവിടേക്കായി ഓടുന്നത്? ആര് നിനക്ക് ശാന്തി തരാനാണ്? ആര് നിനക്ക് സമാധാനം തരാനാണ്? കാരണം ഇവിടെയുള്ള മുഴുവൻ ശക്തികൾക്കും അല്ലാഹയാണ് ആശ്രയിക്കപ്പെടേണ്ടത്. അല്ലാഹനെയാണ് മുഴുവൻ ആളുകളും ആശ്രയിക്കേണ്ടത്. അതുകൊണ്ട് നീ മനസ്സിലാക്കിക്കോ, നീ കഴിവില്ലാത്തവനും നിന്റെ റബ്ബ് കഴിവുള്ളവനുമാണ്. നീ അറിവില്ലാത്തവനാണ്, നിന്റെ റബ്ബാണ് എല്ലാം അറിയുന്നവൻ. ലോകത്തിന്റെ മുമ്പിൽ അഹങ്കരിച്ച അഹങ്കാരികളൊക്കെ ഇന്ന് എവിടെ പോയി? ഓ സഹോദരന്മാരെ, ഇന്നേക്ക് 9 ദിവസമായില്ലേ ഒരു ഫ്ലൈറ്റ് കാണാതായിട്ട്? അതേ, മലേഷ്യയുടെ തലസ്ഥാനമായ ക്വാലാലംപൂരിൽ നിന്ന് ചൈനീസ് തലസ്ഥാനമായ ബീജിംഗിലേക്ക് പറന്നുയർന്ന ബോയിങ് 777 എന്ന അധുനാധുന വിമാനത്തിന്റെ സ്ഥിതി ഇന്ന് എന്താണ്? ആർക്കാണ് അതിനെപ്പറ്റി വിവരമുള്ളത്? കടല് മുഴുവൻ അരിച്ചു പെറുക്കിയില്ലേ 10-40ഓളം കപ്പലുകൾ, അത്ര തന്നെ അധുനാധുന വിമാനങ്ങളും. ലോകത്തുള്ള കടലുകൾ മുഴുവനും മരിച്ചു പെറുക്കി തീർന്നു എന്നാ പറയുന്നത്. കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ല.
1 ഡസനോളം വരുന്ന വലിയ വൻകിട രാജ്യങ്ങൾ ഞങ്ങളുടെ കയ്യിൽ എന്തിനും പറ്റിയ ഉപകരണങ്ങളുണ്ട്. ലോകത്തെവിടെയെങ്കിലും ഒരു മുട്ടുസൂചി വീണിട്ടുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കാൻ ഞമ്മന്റെ കയ്യിൽ കോപ്പുകളുണ്ടെന്ന് അഹങ്കരിക്കുന്ന രാഷ്ട്രങ്ങളെവിടെ? ആർക്കും കണ്ടുപിടിക്കാൻ സാധിക്കുന്നില്ലല്ലോ. 10-12ഓളം വലിയ രാജ്യങ്ങൾ സഹകരിച്ചുകൊണ്ട് 10-40 ഫ്ലൈറ്റുകളും അത്ര തന്നെ ഷിപ്പുകളുമൊക്കെയായി തെരച്ചിൽ നടത്തിയിട്ടും ഒരു പൊടി പോലും കണ്ടുപിടിക്കാനാവാതെ വിമാനം എവിടെ പോയി? ഒരു ചോദ്യചിഹ്നമായി ലോകം മുഴുവൻ ഉത്തരമില്ലാതെ ഞെട്ടി നിൽക്കുന്നു. ലോകം മുഴുവൻ ഉത്തരം മുട്ടി നിൽക്കുകയാണ്. എവിടെ പോയി? ഇനി ഇതാ കടലിൽ തെരച്ചിൽ അവസാനിപ്പിച്ചു, ഇനി കരയിൽ തെരയാൻ പോകുന്നു എന്നാണ് പറയുന്നത്. എന്തായിരുന്നാലും മനുഷ്യ, ഒരു കാര്യം ഉറപ്പായില്ലേ? സർവലോക പരിപാലകനായ റബ്ബ്, ആ റബ്ബിനോളം കഴിവുണ്ടെന്ന് അറിവുണ്ടെന്ന് അഹങ്കരിച്ചവർക്കെല്ലാം ലോകത്ത് ഓരോ ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. മനുഷ്യ, നീ എത്ര വലിയ ശാസ്ത്രരംഗത്ത് മുന്നോട്ട് പോയാലും, നിന്റെ കയ്യിൽ എത്ര അധുനാധുന ഉപകരണങ്ങൾ ഉണ്ടായാലും, നിന്റെ കയ്യിൽ ദുരന്ത നിവാരണത്തിനുള്ള മാർഗങ്ങൾ എത്ര തന്നെ ഉണ്ട് എന്ന് നീ അഹങ്കരിച്ചാലും, ഏതും കണ്ടുപിടിക്കാൻ ഞങ്ങളുടെ കയ്യിൽ സംവിധാനമുണ്ടെന്ന് നീ അഹങ്കാരത്തോടെ പറഞ്ഞാലും, നീ മനസ്സിലാക്കണം, നീയും അശക്തനാണ്. നിനക്കും വിവരമില്ല, നിനക്കും കഴിവില്ല. അതിലൂടെ മനുഷ്യൻ പഠിക്കണം, ഇതിന്റെ എല്ലാം അപ്പുറത്ത് എല്ലാത്തിനും കഴിയുന്ന, എല്ലാവരെയും അറിയുന്ന, എല്ലാം അറിയുന്ന, എല്ലാത്തിനും പവറുള്ള ഒരു ശക്തിയുണ്ട്. അതാണ് അല്ലാഹു റബ്ബുൽ ആലമീൻ. അവനാണ് സർവലോക പരിപാലകനായ റബ്ബ്. ഇവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ആ റബ്ബാണ് നമുക്ക് നിയമങ്ങൾ പഠിപ്പിച്ചു തന്നത്. ആ റബ്ബാണ് നമുക്ക് കാര്യങ്ങൾ എന്താണ്, എങ്ങനെ മനസ്സിലാക്കണം എന്ന കൃത്യമായിട്ടുള്ള വിവരണങ്ങൾ നമുക്ക് നടത്തി തന്നിട്ടുള്ളത്. ആ റബ്ബിനാണ് ആകാശഭൂമികളിലുള്ള അദൃശ്യം മുഴുവൻ അറിയുക. ആകാശഭൂമികളിലുള്ള മുഴുവൻ അദൃശ്യങ്ങളും അറിയുക ആ റബ്ബിന് മാത്രമാണ്. മറ്റാർക്കെങ്കിലും അത് അവകാശപ്പെടാൻ കഴിയുമോ? ഇല്ല. അതാണ് അല്ലാഹു സൂറത്ത് ഹൂദിന്റെ 123-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നു. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ് വഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു ഫഅബ്ദുഹു വതവക്കൽ അലൈഹി വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. വലില്ലാഹി ഗൈബുസ് സമാവാതി വൽ അർദ്, ആകാശഭൂമികളുടെ മുഴുവൻ അദൃശ്യകാര്യങ്ങളും അല്ലാഹുവിനറിയാം. അവന്റേതാണ്, അവനുള്ളതാണ്. ഇലൈഹി യുർജഉൽ അംറു കുല്ലുഹു, എല്ലാ കാര്യങ്ങളും അവങ്കലേക്ക് തന്നെയാണ് മടക്കപ്പെടുന്നത്. ആകയാൽ മനുഷ്യരെ അല്ലാഹ് ഇതാ ആവശ്യപ്പെടുന്നു, അങ്ങനെ എല്ലാ ദൃശ്യങ്ങളും അറിയുന്ന റബ്ബ്, എല്ലാം അവനിലേക്കാണ് മടക്കപ്പെടുന്നത്. അത്രയും പവറുള്ള റബ്ബ്, ആ റബ്ബിനെയാണ് ഫഅബ്ദുഹു, നിങ്ങൾ അവനെ മാത്രം ആരാധിക്കണേ. വതവക്കൽ അലൈഹി, അവന്റെ മേൽ നിങ്ങൾ തവക്കുലാക്കണേ, അവന്റെ മേൽ നിങ്ങൾ കാര്യങ്ങളൊക്കെ വരമേൽപ്പിക്കണേ. വമാ റബ്ബുക, നിന്റെ രക്ഷിതാവ് അല്ല, ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ, നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒന്നിനെ സംബന്ധിച്ചും അല്ലാഹു അശ്രദ്ധനല്ല, അവനെല്ലാം ശ്രദ്ധിക്കുന്നുണ്ട്. നിങ്ങൾ എന്ത് പറഞ്ഞാലും അതവൻ കേൾക്കുന്നുണ്ട്, നിങ്ങൾ എന്ത് ചെയ്താലും അവൻ കാണുന്നുണ്ട്. നിങ്ങളുടെ ഒരു കാര്യവും അവനിൽ നിന്ന് മറഞ്ഞു പോകുന്നതല്ല. നിങ്ങളുടെ മനസ്സിലെ വികാരങ്ങൾ വരെ സർവലോക പരിപാലകനായ റബ്ബ് അറിയുന്നു. ഈ ബോധം നമ്മുടെ മനസ്സിൽ നിലനിർത്തിയാൽ പ്രിയമുള്ളവരെ, നമുക്ക് സമാധാനം കിട്ടും. അവരിലേക്ക് എല്ലാം ഏൽപ്പിക്കാൻ നമുക്ക് മനസ്സുണ്ടായാൽ നമുക്ക് സമാധാനം കിട്ടും. എന്നാൽ ഈ ചിന്താഗതിയിൽ നിന്ന് മാറിയിട്ട് മനുഷ്യൻ എന്തു ചെയ്യുന്നു? ശാന്തി കിട്ടാനും സമാധാനം കിട്ടാനും റബ്ബല്ലാത്തവരിലേക്ക് ഓടുകയാണ്. എന്താ അങ്ങനെ ഓടാൻ കാരണം? അള്ളാനെ ശരിക്ക് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അവൻ അള്ളാന്റെ അടുക്കൽ നിന്ന് മറ്റൊരാളിലേക്ക് ഓടിപ്പോവില്ല. അള്ളാനെ മനസ്സിലാക്കാത്തതാണ് പ്രശ്നം. അവൻ അല്ലാഹുവിനെ
അറിയേണ്ട നിലക്ക് അറിഞ്ഞിട്ടില്ല, മനസ്സിലാക്കേണ്ട നിലക്ക് മനസ്സിലാക്കിയിട്ടില്ല. അപ്പൊ പ്രപഞ്ചത്തിന്റെ നാഥനായ റബ്ബ് എല്ലാ മനുഷ്യർക്കും ഉൾക്കൊള്ളാൻ ആ നാഥനെ സംബന്ധിച്ചിടത്തോളം ആ നാഥനാണ് എല്ലാം നൽകുന്നത്. അവൻ മുടക്കിയത് തരാൻ ഒരാളെ കൊണ്ടും കഴിയൂല. അവൻ തരാൻ വിചാരിച്ചത് മുടക്കാനും ഒരു ശക്തിയെ കൊണ്ടും കഴിയൂല. ആപത്ത് വരുമ്പോ നമ്മുടെ മനസ്സിനെ അത് പഠിപ്പിക്കണം. പ്രയാസവും സങ്കടവും വരുമ്പോഴല്ലേ മനുഷ്യന്മാര് പലയിടങ്ങളിലേക്കും പോകുന്നത്. ആൾ ദൈവങ്ങളുടെ കാൽ കീഴിലേക്ക് മനുഷ്യൻ പോയി വീഴുന്നത് എന്തിനാ? ഒരു സ്വസ്ഥത കിട്ടാൻ, ഒരു ശാന്തി കിട്ടാൻ, ഒരു സമാധാനം കിട്ടാൻ. ആപത്ത് വരുമ്പോൾ, പ്രയാസപ്പെടുമ്പോൾ അവന്റെ മനസ്സ് താളം തെറ്റുകയാണ്. എന്നാൽ അങ്ങനെ പ്രയാസവും വിഷമങ്ങളും മനസ്സിനെ പിടികൂടുമ്പോൾ അല്ല എന്താ പറഞ്ഞത്? അലാ, അറിഞ്ഞുകൊള്ളണേ, ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, ഹൃദയങ്ങൾക്ക് അടക്കം കിട്ടുന്നത് അല്ലാഹുവിനെ ഓർക്കുന്നതിലൂടെ മാത്രമാകുന്നു. അല്ലാഹനെ ഓർക്കലാണ് നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും കിട്ടാനുള്ള മാർഗം. നമുക്ക് എന്തെങ്കിലും കിട്ടാത്തതിന്റെ പേരിൽ വിഷമുണ്ടോ? മനസ്സിനെ പഠിപ്പിക്കണം. അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത, അല്ലാഹുവേ നീ നൽകിയത് മുടക്കുന്നവനില്ല. വലാ മുഅ്തിയ ലിമാ മനഅത, നീ മുടക്കിയതിനെ നൽകുന്നവനുമില്ല. അപ്പൊ കിട്ടിയാലും അഹങ്കരിക്കണ്ട. കിട്ടിയ ഒരുപാട് ആളുകൾ, ഒരുപാട് അനുഗ്രഹങ്ങൾ കിട്ടി എന്ന് തോന്നുന്ന ആളുകൾ അഹങ്കരിക്കണ്ട, വലിയ സന്തോഷം കൊള്ളണ്ട. അതല്ല പരീക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ കിട്ടാത്ത ആളുകളും എന്ത് ചെയ്യണ്ട? സങ്കടപ്പെടണ്ട. അതും അല്ലാഹുവിന്റെ പരീക്ഷണമാണ്. ഇങ്ങനെ മനസ്സിനെ ദൃഢമായി അങ്ങ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ മനുഷ്യ മനസ്സുകൾക്ക് ശാന്തി കിട്ടും, സമാധാനം കിട്ടും. അല്ലാത്ത ആളുകളോ, റബ്ബിൽ നിന്ന് പിടുത്തം വിട്ടാ പിന്നെ എവിടെയാ പോകേണ്ടതെന്ന് ഒരു തീർപ്പുണ്ടാവില്ല. അങ്ങനെയാണ് പ്രിയമുള്ളവരെ, അല്ലാഹുവിലുള്ള തവക്കുലങ്ങ് വിട്ടു കഴിഞ്ഞാൽ പിന്നെ മനുഷ്യൻ എവിടെയാണ് പോയി വീഴുക എന്നറിയൂല. ഇന്നൊരു സ്ഥലത്ത് പോയിട്ടവന് സമാധാനം കിട്ടുന്നില്ലെങ്കിൽ നാളെ അവൻ ആ സ്ഥലത്തെ ഒഴിവാക്കിയിട്ട് മറ്റൊരിടം തേടിപ്പോകും. നാളെ അവിടെ പോയിട്ടും സമാധാനം കിട്ടുന്നില്ലെന്ന് വന്നാൽ മൂന്നാമതൊരിടം തേടിപ്പോകും അവൻ. അവിടെയും സമാധാനമില്ലെന്ന് വന്നാൽ അവൻ നാലാമത്തൊരു കേന്ദ്രം തേടിപ്പോകും. ഈ ഓട്ടവും തേടിപ്പോക്കും അലച്ചിലും ഒന്നും ഒരു സംതൃപ്തിയും അവന്റെ മനസ്സിൽ വരുത്താതെ അവനിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എവിടെയാണ് ശാന്തി? എവിടെയാണ് സമാധാനം? ഇവിടെയാണ് റബ്ബ് മനുഷ്യനോട് പറയുന്നത്, ഓ മനുഷ്യ, നിന്നെ പടച്ച നാഥനിൽ മാത്രം തവക്കുലാക്കിക്കോ. അവനെ മാത്രം നീ മുറുകെ പിടിച്ചോ, അവനോട് മാത്രം പ്രാർത്ഥിച്ചോ, അവനോട് മാത്രം സങ്കടം പറഞ്ഞോ. ആ നിലക്ക് നിന്റെ മനസ്സിനെ പിടിച്ചു നിർത്തി. എനിക്കെന്ത് വന്നാലും അതെന്റെ റബ്ബാണ് തീരുമാനിച്ചത്. എനിക്ക് ഖൈർ തന്നിരുന്നതും എനിക്ക് ശർറ് തരുന്നതും എന്റെ റബ്ബാണ്. ആ റബ്ബിന്റെ ഏത് തീരുമാനത്തോടും എനിക്ക് തൃപ്തിയാണ്, എനിക്ക് സന്തോഷമാണ്. എന്റെ റബ്ബ് എന്നോട് അനീതി കാണിക്കുകയില്ല. എനിക്കെന്റെ റബ്ബ് എന്ത് വിധിച്ചാലും അതൊക്കെ എനിക്ക് നല്ലതിനാണ്. താൽക്കാലികമായിട്ട് എനിക്ക് വിഷമം തോന്നിയാലും എന്റെ റബ്ബിന്റെ വിധിയാണ് എനിക്ക് നല്ലത്. അതിലാണ് എന്റെ ഖൈറുള്ളത്. കാരണം എന്റെ ഭാവി അറിയുന്നവൻ ഞാനല്ല, എന്റെ റബ്ബാണ് എന്റെ വരാൻ പോകുന്ന കാര്യം അറിയുന്നവൻ. അതുകൊണ്ട് അവൻ എനിക്ക് എന്ത് വിധിച്ചിട്ടുണ്ടെങ്കിലും അതിൽ ഞാൻ സന്തോഷിക്കുന്നു, ഞാൻ തൃപ്തിപ്പെടുന്നു. ഈ ഒരു മനസ്സാണോ പ്രിയമുള്ള